ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. സിമ്പിൾ പ്രസൻറ്റ് എടുത്തു, സിമ്പിൾ പാസ്റ്റ് എടുത്തു, സിമ്പിൾ ഫ്യൂച്ചർ എടുത്തു. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ്. അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് എടുക്കുന്നത്. ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്, ഇപ്പം തുടർന്നുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ 3 താരങ്ങളുണ്ട്. ഞാൻ എപ്പോഴും താരങ്ങൾ എന്നാണ് പറയുക. ഡു, ഡസ്, ഡിഡ്, വിൽ, ആം, ഈസ്, ആർ. അപ്പോൾ ഇതിലെ താരങ്ങൾ ആം, ഈസ്, ആർ 3 താരങ്ങളുണ്ട്. അപ്പോൾ ഈ 3 ഓക്സിലറി വെർബുകൾ ആം, ഈസ്, ആർ. അപ്പോൾ ഈ 3 ഓക്സിലറി വെർബുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ആം, ഈസ്, ആർ ഇതിൻ്റെ അർത്ഥം ആണ് എന്നാണ്. അപ്പം ഇത് ആരൊക്കെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ആം, ഈസ്, ആർ ആരൊക്കെ കൂടെ, അതായത് പ്ലൂറലിൻ്റെ കൂടെ സിംഗുലറിൻ്റെ കൂടെ. ഇങ്ങനെ 2 ആൾക്കാരുണ്ട്, പ്ലൂറൽ ആൻഡ് സിംഗുലർ. അതായത് 7 പ്രോനൗൺ ഉണ്ട് ഇംഗ്ലീഷിൽ. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്. 7 ആൾക്കാർ. ഈ 7 ആൾക്കാരിൽ ഐൻ്റെ കൂടെയാണ് ആം ഉണ്ടാകുക. ഐൻ്റെ കൂടെ മാത്രമേ ആമിനെ കാണാൻ പറ്റൂ. പിന്നെ യു, ദേ, വി, പിന്നെ 2 പേര് രാജു ആൻഡ് റഹീം. ഇങ്ങനെ വരികയാണെങ്കിൽ, അതായത് യു, ദേ, വി, പിന്നെ 2 പേര് രാജു ആൻഡ് റഹീം, ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ ആറാണ് ഉപയോഗിക്കേണ്ടത്. ആറാണ് പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കുക. യു, ദേ, വി, പിന്നെ 2 പേര് എന്ന് പറയുമ്പോൾ ആറാണ് അതിൻ്റെ കൂടെ ഉപയോഗിക്കുക. അപ്പോൾ ഈസ് ആരുടെ കൂടെ ഉപയോഗിക്കാം? ഈസ് സിംഗുലറിൻ്റെ കൂടെ. ഹി, ഷീ, ഇറ്റ്. ഹി, ഷീ, ഇറ്റ് ഒരാളെ പേര് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കുക എന്താണ്? ഈസാണ് ഉപയോഗിക്കുക. ഹി, ഷീ, ഇറ്റ് ഒരാളെ പേര്, അതായത് രാജു അല്ലെങ്കിൽ രാധ, ഇതൊക്കെ പറയുമ്പോൾ ഈസാണ് ഉപയോഗിക്കാം. ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, രാധ ഈസ്, ഇങ്ങനെ ഉപയോഗിക്കാം. ഐൻ്റെ കൂടെ ആം, ഐ ആം. പിന്നെ യു, ദേ, വി 2 ആളെ പേര് ഉപയോഗിക്കുമ്പോൾ ആർ, അതായത് യു ആർ, ദേ ആർ, വി ആർ, രാജു ആൻഡ് റഹീം ആർ, ഇങ്ങനെയാണ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് പ്രത്യേകം മനസ്സിലാക്കുക, ഇത് തെറ്റിക്കരുത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഇതിൻ്റെ സ്ട്രക്ചർ വരിക സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ. സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് V1 ഫോം, അതായത് ബേസ് ഫോം, പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. അതായത് സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് ബേസ് ഫോം പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് ഈ ഒരു സ്ട്രക്ചറാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഈ ടെൻസിൻ്റെ എല്ലാ ടെൻസിനും അതിൻ്റെ സ്ട്രക്ചർ ഉണ്ട്. അത് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാവുന്നുള്ളൂ. ഇനി നമുക്കിതിലൊരു സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ മാർക്കറ്റിൽ പോകുന്ന കാര്യമാണ് എല്ലാ ടെൻസിനും പറയുന്നത്. കോമൺ ആയൊരു സെൻറ്റൻസ് എടുത്തിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലും നമുക്ക് അതുപോലെ തന്നെ പറയാം. അതായത് ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് നൗ. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് റൈറ്റ് നൗ. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് റൈറ്റ് നൗ. ഞാനിപ്പോൾ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിൻ്റെ 4 ഫോം പഠിക്കണമെന്നത്. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് റൈറ്റ് നൗ. ഐ ആം നോട്ട് ഗോയിങ് ടു ദ മാർക്കറ്റ് റൈറ്റ് നൗ. ഞാനിപ്പോൾ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയല്ല. അതായത് റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെൻസിൻ്റെ എക്സ്പ്രഷനാണ്. ഓക്കെ, ഐ ആം നോട്ട് ഗോയിങ് ടു ദ മാർക്കറ്റ് റൈറ്റ് നൗ. പിന്നെ നമ്മളോട് ചോദിക്കുക, എന്നാലും അങ്ങനെ ഒരു സെൻറ്റൻസ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ആം ഐ ഗോയിങ് ടു ദ മാർക്കറ്റ് റൈറ്റ് നൗ. ഞാനിപ്പോൾ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ? ആർ യു ഗോയിങ് ടു ദ മാർക്കറ്റ് എന്നാണ് പറയാം. എന്നാലും നമുക്കവിടെ നോക്കാം. ആം ഐ ഗോയിങ് ടു ദ മാർക്കറ്റ് റൈറ്റ് നൗ. ഞാനിപ്പോൾ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ? ഓക്കെ, ഇനി അതിൻ്റെ നെഗറ്റീവ് എങ്ങനെ വരാം? ആം ഐ നോട്ട് ഗോയിങ് ടു ദ മാർക്കറ്റ്. ആം ഐ നോട്ട്, ആമിൻ്റെ കൂടെ നോട്ട് ചേർക്കരുത്. ആം കഴിഞ്ഞിട്ട് ഐ സബ്ജക്റ്റ് ചേർക്കുക. ആം ഐ നോട്ട് ഗോയിങ് ടു ദ മാർക്കറ്റ്, അങ്ങനെയാണ് പറയേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയണം, ആറിൻറ്റ് ഐ ഗോയിങ് ടു ദ മാർക്കറ്റ്. ആം ഐ നോട്ട് ഗോയിങ് ടു ദ മാർക്കറ്റ്, ആറിൻറ്റ് ഐ ഗോയിങ് ടു ദ മാർക്കറ്റ്. ഈ 2 രീതിയിലാണ് ഇത് പറയേണ്ടത്. ഈ 2 രീതിയിൽ നമുക്ക് ഇങ്ങനെ അതിൻ്റെ നെഗറ്റീവ് ഉപയോഗിക്കാം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിതിനെ നമ്മൾ തന്നെ പോകുന്ന രീതിയിൽ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈസ് ഉപയോഗിച്ചിട്ട് അങ്ങനെ പറയാൻ നോക്കാം. ഹി ഈസ് ആരൊക്കെ കൂടെ ഉണ്ടാകുക? ആരൊക്കെ കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുക? ഹി, ഷീ, ഇറ്റ് ഒരാളെ പേര് ഇവരെ കൂടെയൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഹി ഈസ്
ഗോയിങ് ടു ദ മാർക്കറ്റ്. അവൻ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റ് നൗ. ഇപ്പോൾ ഹീ ഈസ് ഗോയിങ് ടു ദ മാർക്കറ്റ്. അവൻ ഇപ്പോൾ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റ് നൗ. നെഗറ്റീവോ ഹീ ഈസ് നോട്ട് ഗോയിങ് ടു ദ മാർക്കറ്റ്. ഹീ ഈസ് നോട്ട് ഗോയിങ് ടു ദ മാർക്കറ്റ്. അവൻ ഇപ്പോൾ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയല്ല. ഇതിൻ്റെ ചോദ്യ രൂപത്തിൽ അതിനെ പറ്റുക. അപ്പോൾ ഈസിൻ്റെ എടുത്തിട്ട് പുറത്തിടുക, സബ്ജക്റ്റിനുള്ളോട് കൊണ്ട്. ഈസ് ഹീ ഗോയിങ് ടു ദ മാർക്കറ്റ്. അവൻ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ? ഈസ് ഹീ ഗോയിങ് ടു ദ മാർക്കറ്റ്. അവൻ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ? ഇനി അതിൻ്റെ നെഗറ്റീവോ ഈസിൻ്റെ ഹീ ഗോയിങ് ടു ദ മാർക്കറ്റ്. അവൻ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ഈസിൻ്റെ ഹീ ഗോയിങ് ടു ദ മാർക്കറ്റ്. അവൻ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലേ? ഇങ്ങനെയാണ് ഈ 4 രൂപത്തിലേക്ക് മാറ്റി പഠിക്കുക. ഈ 4 രൂപത്തിലേക്ക് ഇങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്കിത് സംഭാഷണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ പഠിക്കണം, 4 രൂപത്തിലാക്കി പഠിക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ആപ്റ്റ് ആൻഡ് WH ഫോംസ് നിങ്ങൾക്ക് ഉപയോഗിച്ച് പഠിക്കാം. ഏതാണോ ആപ്റ്റ് ആൻഡ് WH ഫോംസ് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ആറാണ് നമുക്കിനി പരിചയപ്പെടാനുള്ളത്. ആം പരിചയപ്പെട്ടു, ഈസ് പരിചയപ്പെട്ടു. ഇനി ആറാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ARER. ഓക്കെ, ആരൊക്കെ കൂടെ ഉപയോഗിക്കുക? യു, ദേ, വി. 2 ആൾക്കാരെ പേര് പറയുമ്പോൾ അവരെ കൂടെയാണല്ലോ ആർ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ദേ ആർ ഗോയിങ് ടു ദ മാർക്കറ്റ്. അവർ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റ് നൗ. ദേ ആർ ഗോയിങ് ടു ദ മാർക്കറ്റ്. അവർ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ നോട്ട് അല്ലെങ്കിൽ ദേ ആർൻറ്റ് ഗോയിങ് ടു ദ മാർക്കറ്റ് റൈറ്റ് നൗ. അവരിപ്പോൾ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയല്ല. ദേ ആർ ഗോയിങ് ടു ദ മാർക്കറ്റ് റൈറ്റ് നൗ. ദേ ആർൻറ്റ് ഗോയിങ് ടു ദ മാർക്കറ്റ് റൈറ്റ് നൗ. ആർ ദേ ഗോയിങ് ടു ദ മാർക്കറ്റ് റൈറ്റ് നൗ? അതാണ് എൻ്റെ ചോദ്യം. ആറിനെടുത്ത് പുറത്തിട്ടിട്ട് സബ്ജക്റ്റിന് ഉള്ളിലോട്ട് കൊണ്ടുവന്ന് ആർ ദേ ഗോയിങ് ടു ദ മാർക്കറ്റ് റൈറ്റ് നൗ? അവരിപ്പോൾ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുക അല്ലേ എന്നെങ്ങനെ പറയാം? ഈ ആറിൻ്റെ കൂടെ നോട്ട് ചേർക്കുക. ആറിൻ്റെ ദേ ഗോയിങ് ടു ദ മാർക്കറ്റ് റൈറ്റ് നൗ? അവരിപ്പോൾ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ആർ ദേ ഗോയിങ് ടു ദ മാർക്കറ്റ് റൈറ്റ് നൗ? അവരിപ്പോൾ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ഇതിൻ്റെ ഒക്കെ കൂടെ ആപ്റ്റായ WH ഫോംസും നിങ്ങൾ ഉപയോഗിച്ച് പഠിക്കാം. ഓക്കെ, ഇതാണ് ഈ ഒരു ടെൻസിൻ്റെ രൂപങ്ങൾ. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ആം, ഈസ്, ആർ ഉപയോഗിച്ചിട്ട് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ 4 രൂപങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, ഇത് ഇത്ര സിമ്പിളാണ്. ഇതിന് നമ്മൾ കൂടുതൽ സെൻറ്റൻസുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ ഭാഗം ആക്കിക്കൊണ്ട് കുറേ സെൻറ്റൻസുകൾ കളക്ട് ചെയ്തിട്ട് സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ ഭാഗമാക്കുക. എന്നാൽ തലച്ചോറിനെ നമുക്കിങ്ങനെ സേവ് ചെയ്യാം. തലച്ചോറിനെ നമ്മൾ തലച്ചോറിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. അവർ ബ്രെയിൻ മസ്റ്റ് ബി ട്രെയിൻഡ് ബൈ അസ്. ഇറ്റ്സ് എ ട്രെയിനിങ് പ്രോസസ്. ഇറ്റ്സ് എ ലോങ് ടൈം പ്രോസസ്. ഇറ്റ്സ് എ എൻഡ്ലെസ് പ്രോസസ്. അപ്പോൾ അതൊരു എൻഡ്ലെസ് പ്രോസസ്സാണ്, ലോങ് ടൈം പ്രോസസ്സാണ്. അപ്പം നിരന്തരം നമ്മളിതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. അല്ലാതെ നമുക്ക് ഇതിൻ്റെ ഭാഗമാകാൻ കഴിയില്ല. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനത്തെ സെൻറ്റൻസുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഭാഷയുടെ ഭാഗമാകുന്നത് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ഇംഗ്ലീഷ് ജേണി ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളെ സാന്നിധ്യം അറിയിക്കാം. ഓക്കെ, ബൈ.